ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നാണ് നമ്മുടെ ദീപാവലി. അപ്പോൾ എല്ലാവർക്കും വൺസ് മോർ ഹാപ്പി ദീപാവലി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ദീപാവലി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം. ഞങ്ങൾ ഇന്നലെ പോയി ഞാനും ചേട്ടനും പടക്കവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടൊക്കെ വന്നായിരുന്നു. സ്വീറ്റ്സ്, പടക്കം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് അതൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അഞ്ജുവിന് അതിനകത്ത് ഇഷ്ടപ്പെട്ട കുറച്ച് പടക്കം കാര്യങ്ങളൊന്നും അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് അത് വേണം എന്നും പറഞ്ഞ് ഇന്ന് വീണ്ടും പപ്പയും മോളും കൂടെ പോയി പിന്നെയും കുറച്ചും കൂടെ പടക്കമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ സ്വീറ്റ്സും ഞങ്ങൾ വാങ്ങിച്ചതല്ല, വേറെ ഒരു സെറ്റ് സ്വീറ്റ്സ് അതും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അഞ്ചും പപ്പയും കൂടെ പോയി വാങ്ങിച്ച ഷോപ്പിങ്ങൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ചേട്ടനും അഞ്ചുമൊക്കെ പോയി വാങ്ങിച്ചിരിക്കുന്ന സ്വീറ്റ്സ്, ദീപാവലിക്കുള്ള സ്വീറ്റ്സ്. പിന്നെ ഇവിടെ പടക്കം, ഇതൊന്നും ഞങ്ങൾ ഇന്നലെ വാങ്ങിയില്ലായിരുന്നു. അപ്പോൾ അവരുടെ വക ഇന്ന് പോയി വാങ്ങിച്ചേക്കുന്നതാണ്. ഇതിനകത്ത് ഇങ്ങനെയുള്ള ടൈപ്പുണ്ട്, ഇങ്ങനത്തെ 2-3 പാക്കറ്റ്. പിന്നെ ഇത് നമ്മുടെ വലിയ പടക്കം. പിന്നെ ഇതാണ് തോന്നുന്നെങ്കിൽ പിന്നെ വേറെന്തോ ഈ ടൈപ്പുണ്ട്. ഇങ്ങനത്തെയൊക്കെ 1-2 ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ പാക്കറ്റുകളാണ് കൂടുതൽ. ഇതൊക്കെയാണ് പടക്കം കാര്യങ്ങൾ. ഇപ്പം അഞ്ചും ചേട്ടനും ഒക്കെ സ്കൂളിലേക്ക് പോയിരിക്കുകയാണ്. അവർ സ്കൂളിലുള്ള ദിയ കാര്യങ്ങളൊക്കെ കത്തിക്കണം. സ്കൂളിലായാലും ഗ്രൗണ്ടിലൊക്കെ അവർ നല്ലപോലെ തന്നെ ദിയൊക്കെ കത്തിച്ച് വയ്ക്കാറുണ്ട്. മെഴുകുതിരി അല്ലെങ്കിൽ ചെറിയ ചെറിയ ദിയകൾ. അപ്പോൾ ഇവിടുന്നുള്ള പിള്ളേരൊക്കെ അങ്ങോട്ടേക്ക് പോയേക്കാം, സ്കൂളിലേക്ക് പോയിരിക്കണം. അപ്പം ഞാനിനി മുറ്റത്ത് തിണ്ണേമയൊക്കെ കത്തിക്കണം. അപ്പോൾ പുറത്തൊക്കെ ഇരുട്ടായി തുടങ്ങി. അപ്പോൾ നമുക്ക് തിരിയൊക്കെ കത്തിച്ച് വയ്ക്കേണ്ട സമയമായി. നമ്മൾ ക്യാൻഡിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഇരുട്ടത്ത് ഞാനും ശ്രീഷ ടീച്ചറും പിന്നെ പ്രീത ടീച്ചറും ഞങ്ങൾ 3 പേരും കൂടെ വ്ളോഗറുടെ കൂടെ ഞാൻ പോകുന്നു. അതെ, പണിയില്ലാതിരിക്കുന്ന വ്ളോഗർ പറയണ്ട. എവിടെ അടുത്ത ആൾ ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ സ്കൂളിലേക്ക് പോണ്. ക്ലാസ് തുടങ്ങി. അതെ, അടുത്ത ആൾ ഇതാ വരുന്നു. ഏത് കുട്ടനും കൂടെ ഹാപ്പി ദിവാലി, ഹാപ്പി ദിവാലി, ഹാപ്പി ദിവാലി. അപ്പൊ ഞങ്ങള് ദീപാവലി ആഘോഷത്തിന് ഇനി സ്കൂളിലേക്ക് പോവാം. അവിടെ ചെല്ലുമ്പോഴേക്കും കഴിയുമോ? പോയി നോക്കാം. അപ്പൊ ഞങ്ങളുടെ വീടുകളിലെ ദിയൊക്കെ കത്തിച്ച് ആ മുകളിൽ വരെ ഇങ്ങനെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കത്തിച്ചിട്ടുണ്ട്. എല്ലാവരുടെ വീടുകളുടെ ഫ്രണ്ടിൽ ഇവിടെയൊക്കെ കത്തിച്ചു. ഇനി ഞങ്ങളിതങ്ങനെ പോവാണ്, സ്കൂളിലേക്ക് പോവാം. സ്കൂളിൽ ചെല്ലുമ്പോൾ ഇനി സ്കൂളിലെ കാഴ്ചകൾ കാണാം. ഇവിടെ ഞങ്ങളുടെ തൊട്ട് അയൽവക്കം വീട് കണ്ടോ, എന്ത് രസമല്ലേ? അതെ, നമ്മുടെ സ്വന്തം വീട്. ആ അതെ അതെ, അങ്ങനെ പറയാം നമുക്ക്. അങ്ങനെ നമുക്ക് പറയാം. സൂപ്പറല്ലേ? ഇങ്ങനെയൊക്കെ കേട്ടോ.
അല്ല അത് ടെറസിന് മേലെ ഒന്ന് വീഡിയോ എടുത്തുണ്ടായിരുന്നു. ആ ഡ്രസ്സിന്റെ അതിൻ്റെ പോയിട്ടുണ്ട്. അതിൻ്റെ എടുക്കരിക്ക് കിടന്നു. അല്ല നമ്മുടെ ടെറസുമ്മ കയറിയിട്ടല്ലേ. അങ്ങോട്ട് കയറാനുള്ള മടി കാരണം കൊണ്ട് കയറിയില്ല. അപ്പോൾ ഞങ്ങളുടെ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് കടക്കുമ്പോഴേക്കും ഇതാ ഇങ്ങനെ കാണാട്ടോ. നല്ല സൂപ്പറല്ലേ. ഇവിടെ ഇവരുടെ ക്വാർട്ടേഴ്സ്, ടീച്ചേഴ്സിൻ്റെ ക്വാർട്ടേഴ്സ് ഉണ്ട് ഇവിടെ. പിന്നെ സ്കൂൾ ഗ്രൗണ്ടാണ്. ഇതാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലുള്ള ഫുട്ബോൾ ഗ്രൗണ്ട്. ഇനി ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ട് പോയി നമുക്ക് കാണാം അവിടുത്തെ സ്ഥിതി. അപ്പോൾ ഇവിടെയൊക്കെ തീയ കത്തിക്കാനൊക്കെ വേണ്ടിയാണ് അഞ്ചും ചിപ്പിയും അവിടുന്ന് കോട്ടയത്തിൽ നിന്നുള്ള പിള്ളേരെല്ലാവരും പോന്നേക്കണ. സാറുമാരും ഭയങ്കര ആഘോഷമാട്ടോ ഇവിടെ. ദീപാവലി ഭയങ്കര ആഘോഷം. അതേ കണ്ടോ, വീടുകളിലൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ് കാണുന്നത്. ഇപ്പം മാർക്കറ്റിലൊക്കെ പോകണമെങ്കിൽ നല്ല സൂപ്പർ കാഴ്ചകളായിരിക്കും. പക്ഷേ ഭയങ്കര റഷായിരിക്കും, നമുക്ക് പോകാൻ പറ്റില്ല, അത്രയും തിരക്കായിരിക്കും അവിടെയൊക്കെ. ഇതൊക്കെ ഞങ്ങളുടെ ഇതാ സ്കൂളിൻ്റെ അടുത്തുള്ള വീടുകളൊക്കെ കേട്ടോ. അങ്ങ് ദൂരെ ഇവിടെ സൂം ചെയ്യാം എന്താ അടിപൊളിയല്ലേ. ഇവിടെ സ്കൂളിൻ്റെ വർക്കൊക്കെ നടക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ജോബി സാറ് ഹാപ്പി ദീപാവലി. അവർ ദിയൊക്കെ കത്തിക്കാൻ പോയിട്ട് തിരിച്ചു പോകുന്ന വഴിയാണ്. ദിയ കത്തിക്കലൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ഇനി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നതാണ്. ഇപ്പോൾ ഇത് കേട്ടോ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ട്, ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടാണ്. അപ്പോൾ ഇവിടെ നിറച്ച് ദിയൊക്കെ വെച്ച് സ്കൂളിലുള്ള ഹോസ്റ്റലിലുള്ള ടീച്ചേഴ്സും സാറുമാരും അവരെല്ലാവരും കൂടെ കത്തിച്ച് കുറച്ച് സ്റ്റുഡൻസും ഒക്കെ ആയിട്ട് ഇതേ കത്തിച്ച് കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്കൂളിലെ ഗ്രൗണ്ടൊക്കെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടിൽ ഇതാ ദിയൊക്കെ ഇഷ്ടംപോലെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ സ്കൂളിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ മാല ബൾബ് കാര്യങ്ങളൊക്കെ ഇട്ട് അവർ ഐ ലവ് സെൻറ്റ് ബേസിൽസ് എന്നുള്ള ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പം അതുമൊക്കെ മാല ബൾബൊക്കെ ഇട്ട് നല്ല പോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തൊട്ടടുത്ത് തന്നെ ദിയയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. തിണ്ണമേ കൂടെയൊക്കെ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു എന്താ പറയുക, ആ ദിയ കത്തിക്കൽ കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് അവർ വന്നിരുന്നത്. സ്പെഷ്യൽ ടീച്ചർ മെഴുകുതിരി കത്തിക്ക് മാത്രമല്ല മറ്റുള്ളവരെങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുക. ഭീഷണിയാണ്, ഭീഷണി. അടുത്ത ആള് മെഴുകുതിരി കത്തിക്കാണ്. മെഴുകുതിരി കൊണ്ടുപോയി ദിയ കത്തിക്കാണ്. ഇനി ഉണ്ടോ ദിയ കത്തിക്കാനായിട്ട്? വാ, ആണോ? ഞങ്ങളിപ്പോൾ എന്തായാലും സ്കൂളിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് നമുക്കൊരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങളിതാ ഈ ജസ്റ്റ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. ഇവിടെ റിച്ച് കുട്ടനും ഏത് കുട്ടനും ഐശ്വര്യ ടീച്ചറൊക്കെ ഹായ് ഹാപ്പി ദിവാലി ഹാപ്പി ദിവാലി ഹാപ്പി ദിവാലി പറഞ്ഞേ കുറിച്ച് ഹാപ്പി ദിവാലി ഹാപ്പി ദിവാലി. ലൈറ്റ് നോക്കി നിൽക്കാറുണ്ട്. എല്ലാവർക്കും ഉമ്മയുണ്ട്. ആ ഞങ്ങളിനി ഇവിടെ പടക്കമൊക്കെ പൊട്ടിക്കാൻ പോവാം. കമ്പിത്തിരി, പൂത്തിരി, പടക്കം, മെഴുകുതിരിയൊക്കെ കത്തി കഴിഞ്ഞു. അപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ തിരിച്ചു പോന്നു. സ്കൂളിലെ ദിയ കത്തിക്കലൊക്കെ കഴിഞ്ഞായിരുന്നു. സ്കൂളിൽ കഴിഞ്ഞു. ഇനി ഇതേ ഞങ്ങളിവിടെ ചെറിയ കമ്പിത്തിരി, പൂത്തിരി, പടക്കമൊക്കെ വാങ്ങിയത് പൊട്ടിക്കാൻ പോവാണ്. ധൈര്യശാലി ആരാണ് നോക്കട്ടെ? പടക്കം പൊട്ടിക്കാൻ ചേട്ടന് ധൈര്യം ഉണ്ടോ? ജോബി സാറിന് ഇരിക്കും. കമ്പിത്തിരി എടുക്കുന്ന ഒരെണ്ണം കത്തിക്കഴിഞ്ഞു. ഇനി അടുത്തത് ഈ അതൊന്ന് കത്തിക്കിട്ടാൻ പെട്ട പാട്. അടുത്തത് മൂന്നാമത്തെ
മൂന്നാമത്തെ പൂത്തിരി അങ്ങത് അടുത്തത് അത് പൂത്തിരിയാ അത് പൂത്തിരി സീറ്റിൽ പോയി അടുത്തത് കണ്ടോ വലിയ കമ്പറ്റിയോ ready. Happy Diwali! Happy Diwali! Oh. വേ അടുത്ത കത്തിച്ചോ കയ്യിലോട് ഓരോന്നോട് കൊടുത്ത കിട്ടിയോ കഴിഞ്ഞോ ആ അടുത്തേക്ക് വാ പടക്ക കമ്പനിക്കാർക്ക് എന്തെങ്കിലും ലാഭം വേണ്ടേ? ഇതൊരു വെറൈറ്റിയാണ്. ഈ കയ്യില് കഴിയുമ്പോ കഴിയുന്നതനുസരിച്ച് കത്തിച്ചോണം എല്ലാരും. രണ്ടെണ്ണം തന്നിട്ടില്ലേ കയ്യില്? ഒരെണ്ണമുള്ളവരെ കൈവാറിൽ കത്തിച്ചോ.
അവിടെ വെക്ക് അവിടെ വെക്ക്. पियो करके नाच അപ്പോൾ അങ്ങനെ പടക്കം പൊട്ടിക്കൽ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചതായി വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ വന്നെത്തി ഇനിയിപ്പോൾ ഞങ്ങൾ ഒരു ദീപാവലി സ്വീറ്റ്സൊക്കെ കഴിക്കാൻ പോവാം. പടക്കം കുറേ പറ്റുന്ന പോലെയൊക്കെ പൊട്ടിച്ചു, ഒക്കെ തീർന്നു വാങ്ങിച്ചതൊക്കെ. എന്നാ സ്വീറ്റ്സ് അഞ്ചു ഹാപ്പി ദീപാവലി. हैप्पी दीपावली ചേട്ടനൊരെണ്ണം ഹാപ്പി ദീപാവലി. ഹാപ്പി ദീപാവലി. എന്തായാലും എൻ്റെ ഒരെണ്ണം എടുത്ത് തിന്നാം, മധുരമാണ്. ഞാനും കഴിക്കണം ഒരെണ്ണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്വീറ്റാണ്. ഇപ്പോൾ ഇവിടെ ഭയങ്കര ചരക്ക മാർക്കറ്റിലൊക്കെ സ്വീറ്റ്സിന്. കാരണം ഞാനിന്ന് സ്വീറ്റ് കടയിൽ ചെന്നപ്പോൾ തൊട്ടടുത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഓരോരോ ട്രെയിലേക്ക് വെച്ച് ഒത്തിരി ആൾക്കാർ വന്ന് വാങ്ങിച്ചു പോകേണ്ടത്. ഇത് മാത്രമല്ല കേട്ടോ, പലതരത്തിലുള്ള സ്വീറ്റ്സ് ഉണ്ട്. നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഇതാണ്. നല്ല ടേസ്റ്റുള്ളത്. ഇനിയാണോ വേണോ? അടിപൊളി. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ കഴിക്കണം, ഞങ്ങളെല്ലാവരും കഴിക്കണം. അപ്പോൾ അങ്ങനെ സ്വീറ്റ്സൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ ഇന്നത്തെ ആഘോഷം കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ തീർന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.